SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിവാദ പ്രസംഗങ്ങളുമായി മുന്നോട്ടാണ്. കാന്തപുരത്തെയും മുസ്ലിം രാഷ്ട്രീയ സാമുദായിക നേതാക്കളെയും വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം ആവർത്തിക്കുകയാണ്. വിവാദ പ്രസംഗത്തിനെതിരെ വിമർശനം കടുക്കുമ്പോഴും പിന്നോട്ടില്ലാതെയാണ് വിവാദ പ്രസംഗങ്ങൾ വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മതമേലധ്യക്ഷന്മാർ കേരളത്തെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന് നെഹ്റു പറയുന്നു. ഉറങ്ങുന്ന സിംഹമാണ് CH മുഹമ്മദ് കോയയും പറഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കേരളം അവർ ഭരിക്കുന്ന അവസ്ഥയിലാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ആലുവ അദ്വൈതാശ്രമത്തിൽ ആലുവ യൂണിയൻ സംഘടിപ്പിച്ച ശാഖാ നേതൃ സംഗമത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോഴാണ് വെള്ളാപ്പള്ളി വീണ്ടും മുസ്ലിം ലീഗിനെ ഉന്നമിട്ട് രംഗത്ത് വരുന്നത്. ഇടതുപക്ഷ സർക്കാർ പോലും മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടിലിഴയേണ്ട സ്ഥിതിയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. മലബാറിന് പുറമെ 4 സീറ്റുകൾ മധ്യ കേരളത്തിലും വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. 25 സീറ്റ് വരെ കിട്ടിയാൽ അടുത്ത മുഖ്യമന്ത്രിയാകാമെന്നാണ് അവരുടെ കണക്കൂട്ടലെന്നും വെള്ളാപ്പള്ളി പറയുന്നു. വിരുന്നു വന്നവർ വീട്ടുകാർ പുറംപോക്കിലുമാണെന്ന് മുസ്ലിം ലീഗിനെ ലക്ഷ്യം വെച്ച് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാനുള്ള ധൈര്യം ഒരു പാർട്ടിക്കുമില്ല. മുസ്ലിം സമുദായം എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ മിണ്ടുമോ എന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നു. കേരള കോൺഗ്രസ് പറഞ്ഞാലും ഇവർ മിണ്ടില്ല. അവർക്കെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് വേണ്ടതെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. മതപണ്ഡിതന്മാരാണ് കൊടുവാളുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സാമുദായിക സർവേ എടുക്കുമ്പോൾ സാമ്പത്തിക സർവേ കൂടി വേണം. അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഏതു പാർട്ടിയിലുള്ളവരായാലും പരമാവധി ഈരവരെ അധികാരത്തിൽ എത്തിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. കഴിഞ്ഞ ദിവസം കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. മുസ്ലിം ഭൂരിപക്ഷമായി ഇവിടെ മാറുമെന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും അതിന് 40 വർഷം വേണ്ടി വരില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളത്തിൽ ജനാധിപത്യമല്ല മതാധിപത്യമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശത്തെ പേരെടുത്തു പറയാതെ CPM ഇന്ന് തള്ളിയിരുന്നു. SNDP മുന്നോട്ട് പോകേണ്ടത് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചാണ്. ഏതൊരു ജനവിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം, അത് മതവൈരാഗ്യം ഉണ്ടാക്കുന്ന തരത്തിലാകരുതെന്നും CPM വ്യക്തമാക്കുന്നു. മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടൽ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ജാഗ്രത പാലിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. കാന്തപുരം കുന്തവുമായി വന്നാലും പറയാനുള്ളത് താൻ പറയുമെന്നല്ലേ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ആവർത്തിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. വർഗീയ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി ആവർത്തിക്കുമ്പോഴും ചരിത്രം സൃഷ്ടിച്ച ദീർഘദർശിയാണ് വെള്ളാപ്പള്ളി എന്നായിരുന്നു മന്ത്രി VN വാസവന്റെ വിശേഷണം. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ ഇടയ്ക്കിടെ ഓരോന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ഗൗരവത്തിലെടുക്കാനാവില്ലെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ പ്രതികരിച്ചിരുന്നു. അതൊന്നും ജനങ്ങൾ ഏറ്റെടുക്കില്ല. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം സൗഹൃദത്തിന്റെ അന്തരീക്ഷമാണ്. സാമുദായിക നേതാക്കളും മതനേതാക്കളും ആ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുകയാണ് വേണ്ടതെന്ന് സാദിഖലി തങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഭരണകൂടമാണ് കേരളത്തിലുള്ളതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് പലയിടത്തും പലതും പറയേണ്ടി വരുന്നത്. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളോട് ആത്മസംയമനം പുലർത്തുന്നതാണ് നല്ലത്, അല്ലാതെ വിദ്വേഷം പരത്താൻ ശ്രമിക്കുകയല്ല വേണ്ടത്. മൗനം വിദ്വാനുഭൂഷണം എന്നുള്ളത് ഇക്കാര്യത്തിൽ അർത്ഥവത്താണെന്നും സാദിഖലി തങ്ങൾ വ്യക്തമാക്കി. അതേസമയം വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശങ്ങൾക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം രംഗത്ത് വന്നിരുന്നു. 2 ഗുളിക അധികം കഴിച്ചാൽ വെള്ളാപ്പള്ളിയുടെ അസുഖം മാറുമെന്നും അദ്ദേഹത്തിന്റെ പരാമർശങ്ങളോട് പ്രതികരിക്കേണ്ടതില്ലെന്നും PMA സലാം പറയുന്നു. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾക്ക് അത് കേൾക്കുന്നവർ തന്നെ അദ്ദേഹത്തിനുള്ള മറുപടി മനസ്സിൽ പറയുന്നുണ്ട്. ഇത് അധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. 2 ഗുളിക അധികം കഴിച്ചാൽ സുഖമാകുമെന്നും സലാം പറഞ്ഞു. എന്തിനാ എന്റെ പൊന്നു വെള്ളാപ്പള്ളി ഇങ്ങനെ നിങ്ങൾ പറയിപ്പിക്കുന്നേ?